റമദാനായില്ലേ തറാവീഹ് നിസ്കരിക്കണ്ടേ? ഒരു ഡൗട്ടും വേണ്ട, 20 റക്അത്താണ്. ഞാൻ പറഞ്ഞല്ല, 1955 വരെ വഹാബികൾ അവരെ മദ്രസ പാഠബുക്കിൽ പഠിപ്പിച്ചത് 20 റക്അത്താണ്. ഇനി അതിനുശേഷം ഇബ്നു തൈമിയക്കോ ഇബ്നു അബ്ദുൽ വഹാബിനോ പുതുതായിട്ട് വഹി ഇറങ്ങിക്കണമെന്ന് അറിയില്ല. മുത്തുനബിക്ക് എന്തായാലും വഹി ഇറങ്ങിയിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞൊന്നല്ല, അതാ കണ്ടോളി. 3 തറാവീഹ് ഇതും ഇശാഇന്റെ ശേഷമാണ്. എന്നാൽ റമദാനിൽ മാത്രമേയുള്ളൂ ഇത് 20 റക്അത്താണ്. എല്ലാ 2 റക്അത്തിലും സലാം വീട്ടേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടത് ഒരു മുസ്ലിയാരുടെ സംസാരമാണ്. തറാവീഹിന്റെ വിഷയത്തിലുള്ള എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിത ലോകത്തുണ്ട്. എന്നാൽ സ്വഹിയായ ഹദീസിലുള്ളത് 8 റക്അത്തും 3 ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇവിടെ ഇദ്ദേഹം റമദാനിൽ നോമ്പ് നോറ്റുകൊണ്ടിട്ട് പച്ച നുണ പറയുകയാണ്. 1955 വഹാബികൾ അവരുടെ പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചതാണ്, ഞാൻ പറയുകയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വലിയ ആളായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. മുസ്ലിയാരെ, നട്ടലുണ്ടോ നിങ്ങൾക്ക്? അത് മുജാഹിദുകളുടെ പാഠപുസ്തകമാണെന്ന് തെളിയിക്കാൻ കഴിയൂല. അത് അൽ മുർഷിദാണ്. ഇതിൽ എഴുതിയത് ആരാ? നിങ്ങളെ ഉസ്താദുമാരുടെ അപ്പുറത്തുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ പഠിച്ച പള്ളി ദർസിൽ നിന്ന് വന്ന ആളുകളായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുൻകാല പണ്ഡിതന്മാർ. അവർ എഴുതിയതിൽ പലതും സ്ഖലിതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് പ്രമാണമല്ല. നമുക്ക് ഖുർആനും സ്വഹിയായ ഹദീസുമാണ് മുജാഹിദുകൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും പ്രമാണം. അതാണ് മുസ്ലിം ലോകത്തിൻ്റെ പ്രമാണം. ഖുർആന്, സ്വഹിയായ ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഇതാണ്. എന്താണ് നമുക്കുള്ള തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് ചോദിക്കാൻ പറ്റിയ ആളോട് തന്നെയാണ് ചോദിക്കുന്നത്. സ്വന്തം ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം? അപ്പോൾ ഉമ്മ പറയുന്നത് എന്താണ്? മാ കാന യസീദു ഫീ റമളാനിൻ വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റമളാനിലാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ റസൂലുള്ളാഹി 11ൽ കൂടുതൽ അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല. റമളാനിലാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ 11ൽ കൂടുതൽ അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന ഹദീസ്. ഇതുപോലെ ഒരു തങ്കലിപികളാൽ രേഖപ്പെട്ട ഒരു ഹദീസ് നിങ്ങളുടെ 23-ന് കൊണ്ടുവരാൻ ഇലാ യൗമുൽ ഖിയാമ കഴിയൂല. അത് കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ. ആരാണ് മുസ്ലിയാരെ നിങ്ങളെ പറ്റിച്ചത്? ഇത് പാഠപുസ്തകമാണ് എന്ന് അതൊന്ന് ചോദിച്ചിട്ട് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഇതിന് മറുപടി തരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.